മനസ്സിലെടുക്കേണ്ട ഒരു ഗെയിമാണ്. ഞാൻ ഇന്നലെ അത്രയും പറഞ്ഞ് നിങ്ങളെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇതാക്കി 3 പേര് ഇരുത്തി സംസാരിച്ചതൊക്കെ വേസ്റ്റായി. എനിക്ക് അതിലിപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ട്, പശ്ചാത്താപം തോന്നുന്നുണ്ട്. അയ്യോ ടെൻഷൻ അടിക്കണ്ട, എന്താ പറയാ, ഒന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. എല്ലാം പോസിറ്റീവായിട്ട് കാണും. ഇതൊക്കെ ഗെയിമാണ്. മാറ്റവും ഗെയിമായിട്ട് കൂട്ടിയാൽ മതി. ഒന്നും പേഴ്സണലായിട്ട് എടുക്കണ്ട. 3 ദിവസം കൂടി ഉള്ളൂ. ഞാൻ ഇതൊട്ടും പ്രതീക്ഷയില്ല, ഒട്ടും പ്രതീക്ഷയില്ല. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ആദിലയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വളരെ മോശം. ഞാൻ ഇവിടെ അങ്ങോട്ട് തുടർന്നുള്ള നിങ്ങളുടെ ബന്ധം കൊണ്ടുപോകണ്ട എന്നുള്ളത് 100 ദിവസം കഴിഞ്ഞിട്ട് ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ അവസാനിപ്പിച്ച് നല്ല സ്നേഹത്തോടു കൂടി പിരിയുക എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോഴും അവൾ നിന്നെ അടിക്കാനുള്ള വടിയായിട്ട് യൂസ് ചെയ്തല്ലോ നോക്കുമ്പോൾ എനിക്ക് തന്നെ നാണക്കേട് തോന്നും. ഇത്ര ദിവസം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് ഇതാക്കുകയും ചെയ്തത് എനിക്ക് നാണക്കേട് തോന്നും. അയ്യേ ഇല്ല, എനിക്ക് എന്നോട് തന്നെ നാണക്കേട് തോന്നും. ഇവരൊക്കെയാണല്ലോ ഞാൻ സപ്പോർട്ട് ചെയ്തതെന്നുള്ളത് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. ഈ സമയം അടിക്കാനുള്ള വടിയായിട്ട് യൂസ് ചെയ്തല്ലോ, വളരെ മോശം. ഇന്നലെ എനിക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നലെ പാതിരാത്രിക്ക് എത്ര സമയമെടുത്ത് സംസാരിച്ചിട്ടാണ് ഞാൻ ഇവരെ 3 പേരെയും ഇതാക്കിയത്. ഞാൻ എത്ര നേരം ഇരുന്ന് സംസാരിച്ചു എന്ന് പറയും ഇവരെ 3 പേരോടും. എന്നിട്ട് ഇവരെ 2 പേരെയും 3 പേരെയും ക്ലിയർ ആക്കി സ്നേഹത്തോടെ പിരിച്ചു വിട്ടതാണ്. ഇന്ന് നേരം വെളുത്തിട്ട് അവൾ ചെയ്ത പ്രവൃത്തിയുണ്ടോ? ഈ സമയത്തൊക്കെ നമ്മൾ പണ്ട് ആദ്യം ചെയ്യണ പരിപാടി ഒന്നും ചെയ്യരുത്. 75-80 അല്ലെ 90 ചെയ്യും. അതൊക്കെ വളരെ മോശം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് ഇങ്ങനൊരു ആദില ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത്രയും മോശമായിട്ട് ഇപ്പൊ കയറിയൊന്നും അഭിപ്രായം പറയാൻ പറ്റൂല്ലേ. അതാണ് ഇനിയിപ്പോ നമ്മളായിട്ട് ഈ പറഞ്ഞ അതിനോട് പറയാനുള്ളത്, നീ കളിക്ക്, നീ ഇതൊന്നും കാര്യമാക്കണ്ട. നിനക്ക് എന്താ പറയാ, ജയിക്കാനുള്ള എല്ലാം ഉണ്ട്. അപ്പൊ നീ ഗെയിം കളിക്കാൻ പോവാം. നമ്മളൊക്കെ മത്സരത്തിലുള്ള ആൾക്കാരാണ്. ഇൻഡിവിജ്വലായിട്ടുള്ള ഗെയിം കളിക്കാൻ പോവാം. എൻ്റെ കാര്യം ഞാൻ പറയാം. വളരെ മോശമായി ആദില പറഞ്ഞത്. എനിക്കതിൽ ഒരു അഭിപ്രായമില്ല. എനിക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാണക്കേട് തോന്നും. സത്യം പറയാം, ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് തെറ്റ് പറ്റിയെന്നൊരു തോന്നൽ വരും. എന്തുവാടേ ഇന്നലെ സംസാരിച്ച മുഴുവൻ വെള്ളത്തിലാക്കിയില്ല അവള് ആദില. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ വിചാരിച്ചോ ഇതായിട്ടാണോ, പിന്നെ ഇതിങ്ങനെ മാറ്റി അതെങ്ങനെയാ, അതെന്തൊരു ഞാൻ ഇവരെയാണ് പറഞ്ഞേക്കാം. ആ പറഞ്ഞുണ്ട് അത് ഓക്കെയാണോ നോക്കണം. അത് പറഞ്ഞ ഒരു പോയിന്റ് ഞാനും ആലോചിച്ചപ്പോൾ എനിക്ക് ആ പറഞ്ഞ ഒരു പോയിന്റ് ഞാനും ആലോചിച്ചപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തന്നെ ഫീൽ ചെയ്തു. ഞാനത് ഫോളോ ചെയ്യും. അതിന് ഞാൻ നിനക്ക് താങ്ക്സ് പറയും. ഏതറിയാം, നമ്മളെ സെൽഫ് റെസ്പെക്ട് കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് നമ്മൾ ഒരാളെടുത്ത് അങ്ങോട്ട് പോയിട്ടുള്ള കാര്യം അത് കറക്റ്റാണ്. അത് അമേ എൻ്റെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അത് അതൊക്കെ എനിക്ക് അത് കറക്റ്റാണ്. നമ്മളെ സെൽഫ് റെസ്പെക്ട് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ആളടുത്ത് പോയിട്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ അത് നിൻ്റെ ആറ്റിറ്റ്യൂഡാണ്, അത് ഓരോരുത്തർക്ക് ഉണ്ടാകുന്ന ആറ്റിറ്റ്യൂഡാണ്. അത് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് മനസ്സിലായത് ഇവിടെ നിനക്കിട്ട് ഊക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. അത് ശരി. ഒരു ഇപ്പോൾ ഒക്കെ സംസാരിക്കുന്ന എല്ലാവരെയും പലതരത്തിലും ബാധിക്കും. ഒരു വിന്നർ എന്നുള്ളൊരു സാധനം മനസ്സിലാണ്. അതിനുവേണ്ടി അധികമായിട്ട് ആഗ്രഹിക്കുകയും ഓരോ നിമിഷവും
വളരെ പ്ലസൻ്റായിട്ട് പ്രേക്ഷകർ ഇനിയുള്ള നിമിഷങ്ങൾ ഭയങ്കര ശക്തമായിട്ട് വോട്ട് ചെയ്യുന്നു. നമ്മൾ വളരെ പ്ലസൻ്റായിട്ടും നമ്മൾ ഹാപ്പി ആയിട്ടും വലിയ ഇഷ്യൂസിലൊന്നും പെടാതെ അല്ല ഞാൻ എൻ്റെ ഒരു ഭാഗത്തു നിന്ന് തരാനുള്ളൊരു മോട്ടിവേഷനാണ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രോത്സാഹനമായിക്കോട്ടെ. എന്തായാലും എനിക്ക് 7 പേര് ആണുള്ളത്. 7 പേരോട് ഓരോ തരത്തിൽ പറയാനുണ്ട്. പ്രത്യേകിച്ച് ഒരു ഇഷ്ടം പറയാൻ ഞാൻ വിചാരിക്കുന്ന ഒരാളിന് കിട്ടണമെന്നില്ല, കിട്ടത്തില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടുള്ളൂ, 6 പേർക്ക് എന്തായാലും കിട്ടാതെ വരും. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു പിക്ചർ മോഹൻലാലിൻ്റെ കയ്യിൽ, ഒരു കയ്യിൽ മോഹൻലാലിൻ്റെയും മറുകൈയിൽ കണ്ടുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. അഥവാ സംഭവിച്ചില്ലെങ്കിൽ നിരാശയുടെയും പ്രശ്നമില്ല. കാരണം ഇതെല്ലാം അച്ചീവ്മെൻ്റാണ്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോണേ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ എടുത്ത് വെച്ചപ്പോൾ അതിന് നമ്മളെല്ലാം വിജയികളാണ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ഒരു വിലയും കൽപ്പിച്ചില്ല. ഞാൻ ഇന്നലെ സംസാരിച്ചത്, ഞാൻ ഇന്നലെ ഇവരെ പ്രശ്നം കോംപ്രമൈസ് ചെയ്തതിന് ഒരു വിലയും കൽപ്പിച്ചില്ല. അതില മനസ്സിലുണ്ടെങ്കിലും അതിങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. മനസ്സിലായില്ലേ? ഇത്രയൊക്കെ നിന്നിട്ട് ആ ഒരു റെസ്പെക്റ്റെങ്കിലും എനിക്ക് തരായിരുന്നു. വളരെ മോശമാണ് ആ പെണ്ണ് ചെയ്തത്, അതിലെ ചെയ്തത്. അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അണക്കേട് തോന്നുന്നു. ഞാനത് ചിന്തിച്ചില്ല. ഞാൻ സോൾവ് ആക്കി കൊടുത്തു. എനിക്ക് അവർ നന്നായി നടന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കാണ് ദോഷം. ഒരു ഗെയിമർ എന്ന രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഞാൻ അവരോടൊന്ന് പറഞ്ഞു, നിങ്ങളെ 2 പേരുടെയും വഴക്ക് തീർത്ത് നിങ്ങൾ ഹാപ്പി ആയിട്ട് നടന്ന് നിങ്ങൾക്ക് 4 വോട്ട് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കാണ് ദോഷം. മനസ്സിലായി. അത് അവിടെ സെൽഫ്ലെസ് ആയിട്ട് അത് ചെയ്തിട്ടും പിന്നെ ഞാൻ പറഞ്ഞു, എത്ര മണിക്കൂർ ഇരുന്നല്ലേ? ഞാൻ ഇന്നലെ ഒരു മണിക്കൂറോളം അവർ കൂടി, 1/2 മണിക്കൂറോളെങ്കിലും കൂടെ ഇരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ വഴക്ക് തീർത്തിട്ട് എനിക്ക് ഒരു ഗുണമില്ല, നഷ്ടം മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്കത് ഞാൻ അതിനെക്കുറിച്ച് ബോധമിടാകുന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ ഗെയിമിന്റെ ഇതിലല്ല ശരിയെന്ന് തോന്നുന്നു ചെയ്തു പോകും. എന്നൊക്കെ വിലയിരുത്താനുള്ള ആൾക്കാർ വിലയിരുത്തി കഴിഞ്ഞു. ഇനി എൻ്റെ പ്രവൃത്തി പോലെ ഇരിക്കും. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രസംഗം നടത്താൻ ഞാൻ തയ്യാറല്ല. ജിഷിനൊക്കെ വന്നിട്ട് എന്നോട് മറ്റേ അനീഷ് അവിടെ പാത്രം ഫുള്ള് കഴുകിക്കൊണ്ടിരിക്കുന്നു, അക്ബർ എല്ലാവരും കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെ അവരൊക്കെ അവിടെ നിന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, നീ എന്താ വന്നിട്ട്? ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും കാലം എങ്ങനെ നിന്നത്, ഞാൻ അങ്ങനെ നിൽക്കുള്ളൂ. എനിക്ക് ഈ 2 ദിവസം കൊണ്ട് പ്രസംഗം നടത്തിക്കാണ്ട് ആൾക്കാരെ വിഡ്ഢിയാക്കാൻ ഞാൻ തയ്യാറാണ്. ഇപ്പൊ ലാസ്റ്റ് മൊമെന്റ് വന്നിട്ട് എന്തെങ്കിലും ഒന്നും കാര്യമില്ല, അതിനെ കൊണ്ട് വളം വെക്കാന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒപ്പീനിയൻ എടുത്തിട്ട് നമുക്കിവിടെ ഇത്രയും ദിവസം, ഇപ്പൊ നിങ്ങളാണെങ്കിൽ ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ടുണ്ടാവുക, എന്താണോ ശരിയെന്ന് മനസാക്ഷിക്ക് തോന്നുന്ന രീതിയിൽ അതിനകത്ത് എന്തെങ്കിലും എനിക്ക് ചേഞ്ച് ചെയ്യണം തോന്നിയത് ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് എന്നുള്ളൊരു കാര്യം മാത്രമേ ഇൻസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നിനും ഞാൻ പോലും ഇടപെടാൻ വന്നിട്ടില്ല. ആ ഒരു കാര്യത്തിൽ തന്നെ പോയാൽ മതി. അല്ലാതെ ഇപ്പൊ ഈ അവസാന നിമിഷം ഒരു കാര്യത്തില്ല, അത് രജിസ്റ്റർ ആവത്തില്ല. ഒന്നാമത് അങ്ങോട്ടൊന്നും രജിസ്റ്റർ ആവത്തില്ല. എൻ്റെ പൊന്നു ജിഷി, ഞാൻ ഇവിടെ ഇത്ര ദിവസം നിന്നത് ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ്. എനിക്ക് ഈ 2 ദിവസം കൊണ്ട് എനിക്കിവിടെ പ്രസംഗം നടത്തിക്കാണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി ഇല്ലേ, അത് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. അത് കളഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കത് കഴിയില്ല, മാറ്റി എഴുതാൻ പറ്റത്തില്ല. എനിക്കത് കഴിയില്ല. 2 ദിവസം 3 ദിവസം ഒന്ന് നശിപ്പിക്കാൻ പറ്റും. ഉണ്ടാക്കി വെച്ചത് നമുക്ക് വേണമെങ്കിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് നശിപ്പിക്കാൻ പറ്റും, നമ്മളെ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ. പക്ഷെ അല്ലാതെ എനിക്ക് ആ ഒരു ഇമേജ് മാറ്റണം, നല്ല പിള്ള ചമയണം നടക്കില്ല.